റിപ്പോർട്ടർ ബ്രേക്കിംഗ്. വീണ ടിയുമായി ബന്ധമുള്ള ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ ഒരു ഷെൽ കമ്പനിയാണ്. കമ്പനിയുടെ ഓഫീസ് കോഴിക്കോട് പന്തീരങ്കാവിലാണ് പ്രവർത്തിക്കുന്നത്. റിപ്പോർട്ടർ വാർത്താ സംഘം ഇന്ന് ഓഫീസ് കണ്ടെത്തി. 2 നില കെട്ടിടത്തിലെ ഒറ്റമുറിയിലാണ് ഈ സ്ഥാപനമുള്ളത്. കമ്പനിയുടെ വിവരങ്ങൾ വെള്ളപ്പേപ്പറിൽ എഴുതിയൊട്ടിച്ച നിലയിലാണ്. മറ്റു ബോർഡുകളോ മറ്റു വിവരങ്ങളോ കമ്പനി ആ ഓഫീസിന്റെ പരിസരത്തില്ല. ഓഫീസ് മുറി അടഞ്ഞു തന്നെ കിടക്കുകയാണ്. 2023 ലേക്കർ ഇന്ത്യ പാർട്ണർ ഡോക്ടർ അനീസിന്റെ പേരിൽ മുറി വാടകയ്ക്ക് എടുത്തതെന്ന് കെട്ടിടമുടമ മുഹമ്മദ് അലി പറഞ്ഞു. കെട്ടിടത്തിലെ സ്ഥാപനം തുടർച്ചയായി പ്രവർത്തിച്ചിരുന്നില്ലെന്നും അനീസ് അടുത്തിടെയും വാടക ഉടമ്പടി പുതുക്കിയിരുന്നുവെന്നും പറഞ്ഞു. സിനോജുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സിനോജ്, എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഹരികുമാർ, അതായത് ലേക്കർ ഇന്ത്യ കോർപ്പ് എന്നൊരു സ്ഥാപനം ഉണ്ടോ ഇല്ലയോ എന്നായിരുന്നു സംശയം. ഏതായാലും ആ സ്ഥാപനത്തിന്റെ പേരിൽ ഒരു ഓഫീസുണ്ട്. ആ ഓഫീസ് എല്ലാ ദിവസവും പ്രവർത്തിക്കുന്നില്ല എന്നാണ് കണ്ടെത്താൻ സാധിച്ചത്. കോഴിക്കോട് ബൈപ്പാസിൽ ദേശീയപാത 66 നിന്ന് പന്തീരങ്കാവിൽ നിന്ന് ഒരു 200 മീറ്റർ മാറിയാൽ മണക്കടവ് റോഡിൽ പൂളങ്കര എന്ന് പറഞ്ഞ സ്ഥലത്തെ 3 നില കെട്ടിടത്തിലെ 1-ാം നിലയിലെ ഒറ്റ മുറിയിലാണ് ഈ ഓഫീസിന്റെ അഡ്രസ്സ് ഉള്ളത്. അതായത് അവിടെ വലിയ ബോർഡുകളൊന്നും തന്നെ ഇല്ല. ഈ ഷട്ടറിന്റെ അടുത്ത് തന്നെ ഒരു A4 ഷീറ്റിൽ കമ്പനിയുടെ പേരും വിലാസവും GST നമ്പറും പ്രിന്റ് ചെയ്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ആ കെട്ടിട ഉടമയോട് ഞാൻ സംസാരിച്ചപ്പോൾ അത് നേരത്തെ തന്നെ അവിടെ ഷട്ടറിന്റെ മുകളിൽ ഉണ്ടായിരുന്നു. അത് പറഞ്ഞു പോയതുകൊണ്ട് പുതിയതൊരെണ്ണം ഒട്ടിച്ചതാണെന്നാണ് കെട്ടിട ഉടമ പറഞ്ഞിരിക്കുന്നത്. അതായത് 2023 ഇത് ഡോക്ടർ അനീസ് വാടകയ്ക്ക് എടുക്കുന്നത്. ഡോക്ടർ അനീസ് എന്ന് പറയുന്നത് വീണ തൈക്കണ്ടയ്ക്കൊപ്പം തന്നെയുള്ള ഈ കമ്പനിയുടെ മറ്റൊരു പാർട്ണറാണ്. അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ ഒറ്റമുറി കെട്ടിടം 3500 രൂപയ്ക്ക് വാടകയ്ക്ക് എടുക്കുന്നത്. വാടക കൃത്യമായി പുതുക്കി പോകുന്നുണ്ട്. വല്ലപ്പോഴും മാത്രമേ ആളുകൾ ഇവിടെ വരാറുള്ളൂ. ഇതൊരു മെഡിക്കൽ ഫീൽഡിലെ കമ്പനിയാണ്, അതിൻ്റെ വിതരണ കമ്പനിയാണെന്നാണ് കെട്ടിട ഉടമ പറഞ്ഞിരിക്കുന്നത്. ഞാൻ തൊട്ടടുത്ത് തന്നെ മറ്റൊരു സ്ഥാപനമുണ്ട്. അവിടെ ഇന്റേൺഷിപ്പിന് വരുന്ന ഒരു കുട്ടിയോട് ചോദിച്ചു. ആ കുട്ടി കഴിഞ്ഞ 1 മാസമായി അവിടെ ഇന്റേൺഷിപ്പിന് വരുന്നു. ഇത് ലേക്കർ ഇന്ത്യ കോർപ്പിന്റെ ഓഫീസാണെന്ന് പറഞ്ഞപ്പോൾ ഇന്നാണ് ആ കുട്ടി പോലും ഇങ്ങനെ ഒരു ഓഫീസ് തൊട്ടടുത്തുണ്ടെന്ന് അറിയുന്നത്. അതായത് കഴിഞ്ഞ 1 മാസം ആ കുട്ടി അവിടെ ഇന്റേൺഷിപ്പിന് വന്നതിന് ശേഷം അവിടെ ആരും വരുന്നതായും ആ ഓഫീസ് തുറക്കുന്നതായും കണ്ടിട്ടില്ല എന്നാണ് വിദ്യാർത്ഥി പറഞ്ഞിരിക്കുന്നത്. തൊട്ടടുത്തുള്ള മറ്റാളുകളൊന്നും തന്നെ സംസാരിക്കാൻ തയ്യാറായിരുന്നില്ല. ഇതൊരു കടലാസ് കമ്പനിയാണ് അല്ലെങ്കിൽ ഷെൽ കമ്പനിയാണെന്ന ആരോപണം ഉണ്ടായിരുന്നു. ഒളവണ്ണ പഞ്ചായത്തിൽ ചോദിച്ച ഘട്ടത്തിലോ അങ്ങനെ ഒരു കമ്പനി ഉള്ളതായിട്ട് അറിയില്ല എന്നാണ് പറഞ്ഞത്. അതായത് ഈ കമ്പനിയുടെ പേരിൽ വീണയ്ക്ക് 10,94,000 രൂപയുടെ നിക്ഷേപമുണ്ടെന്ന് മുഹമ്മദ് റിയാസിന്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ അഫിഡവിറ്റിൽ പറയുകയും ചെയ്തിരുന്നു. ED നടത്തിയ അന്വേഷണത്തിൽ 15 ലക്ഷം രൂപ ഫ്രീസ് ചെയ്യുകയും ചെയ്തിരുന്നു. ഏതായാലും ഇങ്ങനെ ഒരു കമ്പനി കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ്. അതായത് ഇതൊരു ഷെൽ കമ്പനിയാണെന്ന് തന്നെയാണ് ഒരു നിഗമനം. അല്ലെങ്കിൽ കമ്പനിയാണെങ്കിൽ ഒരു നല്ല സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണെങ്കിൽ തന്നെ ഒരു ബോർഡ് വെച്ച് ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിൽ പ്രവർത്തിക്കേണ്ടതാണ്. ഈ ഓഫീസ് മുറി എന്ന് തന്നെ പറയുന്ന അവിടേക്കുള്ള വഴികളൊക്കെ തന്നെ ചെലന്തി വല പിടിച്ച് പൊടിപടലം നിറഞ്ഞ വഴിയും അതിന് വരാന്തൊക്കെ തന്നെ തൂത്തു വരാതെ കിടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതായത് കാൽപെരുമാറ്റമില്ലാത്ത ഒരു സ്ഥലമായിട്ട് തന്നെ പ്രഥമദൃഷ്ട്യാ മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ മുഹമ്മദ് റിയാസ് പറഞ്ഞത് അങ്ങനെ ഒരു കമ്പനി തുടങ്ങാനും അവസാനിപ്പിക്കാനും ഒരു വ്യക്തിക്ക് സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ ഒരു കമ്പനി ഉണ്ടോ ഇല്ലോ എന്ന് നിങ്ങൾ അന്വേഷിച്ചോളൂ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും ഞാൻ എൻ്റെ അഫിഡവിറ്റിൽ ആ കമ്പനിയെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് മുഹമ്മദ് റിയാസ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഏതായാലും മീഡിയ അന്വേഷിക്കുക. ഈ CMRൽ നിന്ന് ലഭിച്ച പണം എക്സാലോജിക്ക് വഴി ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് കള്ളപ്പണം വെളുപ്പിക്കൽ ഇടപാടാണോ എന്നായിരിക്കും ED പരിശോധിക്കുക. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ED നടത്തി വരികയാണ്. അതുമായി ബന്ധപ്പെട്ടാണ് ഇന്നലെ 9 കേന്ദ്രങ്ങളിൽ കോഴിക്കോട് ഉൾപ്പെടെ ED പരിശോധന നടത്തുകയും ചെയ്തിരിക്കുന്നത്. അരുകുമാർ, ഓക്കെ സിനോജ, നമ്മൾ ആ കെട്ടിട ഉടമയോട് ചോദിക്കുമ്പോൾ പറഞ്ഞത് ഇപ്പോൾ അവിടെ പുറത്തൊട്ടിച്ചിരിക്കുന്ന ആ പേപ്പർ കടലാസ് പുതുതായിട്ട് ഇപ്പോൾ ഒട്ടിച്ചു, നേരത്തെ ഒട്ടിച്ചിരുന്നത് പറന്നുപോയി എന്നാണോ? ഹരികുമാർ, ആ ഷട്ടറിന്റെ പുറത്ത് നോക്കിയാൽ കാണാം. ഇതിനു മുൻപ് അവിടെ ഒരു A4 ഷീറ്റിന്റെ വലിപ്പത്തിൽ തന്നെ ഒരു നോട്ടീസ് ഒട്ടിച്ചിരുന്നു. അത് പറഞ്ഞു പോയിട്ടുണ്ട്. കാലപ്പഴക്കം കാരണം പറഞ്ഞത് പോയത് നമുക്ക് അവിടെ കാണാം. അത് പറഞ്ഞു പോയത് കൊണ്ട് തൊട്ടിപ്പുറത്ത് വേറെ പുതിയതൊരെണ്ണം പ്ലാസ്റ്റിക് കവറിനകത്ത് വെച്ച് ഇൻസുലേഷൻ ടൈപ്പ് വെച്ച് ഒട്ടിച്ചതാണെന്നാണ് കെട്ടിട ഉടമ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഫോൺ മുഖാന്തരമാണ് സംസാരിച്ചത്. നേരിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് കെട്ടിട ഉടമ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം പുതിയ മേൽവിലാസം അവിടെ പതിച്ചിരിക്കുന്നത്. അല്ല, മേൽവിലാസം നേരത്തെ തന്നെ കെട്ടിട വാടകയ്ക്ക് എടുത്തപ്പോൾ തന്നെ ഷട്ടറിന്റെ മുകളിൽ A4 ഷീറ്റിൽ പ്രിന്റ് ചെയ്ത് ഒട്ടിച്ചിരുന്നു. അത് പറഞ്ഞു പോയപ്പോൾ ഏതാനും നാളുകൾക്ക് മുൻപാണ് പുതിയതൊരെണ്ണം മഴയും വെയിലും കൊള്ളാതിരിക്കാൻ വേണ്ടി പ്ലാസ്റ്റിക് കവറിനകത്താക്കി ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ഒട്ടിച്ചതെന്നാണ് ഈ കെട്ടിട ഉടമ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ വിവാദം കുറച്ച് ദിവസങ്ങളായിട്ടാണ് ഉണ്ടായത്. അതിന് മുൻപ് തന്നെ അത് ഒട്ടിച്ചിരുന്നുവെന്നാണ് കെട്ടിട ഉടമ പറയുകയും ചെയ്തിരിക്കുന്നത്. അരുകുമാർ, ഓക്കെ അതാണിപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അപ്പോൾ 2 കാര്യങ്ങളാണ് സിനോജ്. ഒന്ന്, ഒളവണ്ണ പഞ്ചായത്തിൽ ഇങ്ങനെയൊരു സ്ഥാപനം രജിസ്റ്റർ ചെയ്തിട്ടില്ല. രണ്ടാമത്, നമ്മൾ പോയി കണ്ട ഈ കെട്ടിടത്തിലെ ഈ ഒറ്റമുറി കെട്ടിടത്തിൽ കഴിഞ്ഞ 1 മാസമായി ആൾപെരുമാറ്റമോ അവിടെ ഓഫീസ് തുറന്ന് പ്രവർത്തിച്ചതോ ആയിട്ട് കാണുന്നില്ല. ദൃക്സാക്ഷികളുടെ വാക്കുകൾ അനുസരിച്ച് അവിടെ ആരും തന്നെ വന്നിരുന്നതായിട്ട് നമ്മൾ കാണുന്നുമില്ല.
ഏറെക്കാലമായി അടഞ്ഞു കിടക്കുന്നു എന്നുള്ളതാണ്. ആ കെട്ടിടത്തിലേക്ക് പോകുന്ന വഴിയാണെങ്കിലും കെട്ടിടത്തിന് മുൻപുള്ള സ്ഥലത്താണെങ്കിലും ഒന്നും ആൾപെരുമാറ്റത്തിന്റെ സൂചനകളുമില്ല, അല്ലേ സിനോജ് തോമസ്? അതായത് പഞ്ചായത്തിൽ രേഖയില്ല, ആ കെട്ടിടത്തിൽ ആളുകൾ വന്നുപോയി എന്നുള്ളതിന്റെ ലക്ഷണവും അടുത്ത് കാണാനുമില്ല. സിനോജ്, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അവിടെ കാൽപരിമാറ്റമുണ്ടെങ്കിൽ ദിവസവും ജീവനക്കാർ അല്ലെങ്കിൽ ആ സ്ഥാപനം നടത്തിപ്പുകാർ വരുന്നുണ്ടെങ്കിൽ ആ പരിസരം വൃത്തിയാക്കിയിടേണ്ടതാണ്. അങ്ങനെയൊന്നും തന്നെ അവിടെ കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അടുത്തിടയിൽ തന്നെ ആൾക്കാർ വന്നിട്ടില്ല എന്ന് ഉറപ്പിക്കാം. അതിന് തൊട്ടടുത്ത് തന്നെ മറ്റൊരു ബയോ സയൻസിന്റെ സ്ഥാപനമുണ്ട്. അവിടെ ഒരു വിദ്യാർത്ഥി ഇന്റേൺഷിപ്പ് ചെയ്യുന്നുണ്ട്. ആ വിദ്യാർത്ഥി ഇന്റേൺഷിപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ട് 1 മാസമായി. വിദ്യാർത്ഥി പറയുന്നു, ഇന്നാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ ഉണ്ട് എന്നറിയുന്നത്. മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് വിദ്യാർത്ഥി ഞെട്ടിപ്പോയത്. ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടെന്ന് തന്നെ അറിയുന്നത് ഇന്നാണ് വിദ്യാർത്ഥി അറിയുന്നത്. കഴിഞ്ഞ 1 മാസമായിട്ട് ആ ഷട്ടർ ഉയർത്തിയതായി ആ വിദ്യാർത്ഥി കണ്ടിട്ടുമില്ല. അതായത് കഴിഞ്ഞ 1 മാസമായി ആരും അവിടേക്ക് വന്നിട്ടില്ല എന്ന് വിദ്യാർത്ഥിയുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. കെട്ടിട ഉടമയും പറയുന്നുണ്ട്, വല്ലപ്പോഴും ആളുകൾ വന്നു പോകുന്നതല്ലാതെ സ്ഥിരമായി അവിടേക്ക് ആരും വരാറില്ല. കെട്ടിട ഉടമയെ സംബന്ധിച്ച് വാടക കൃത്യമായി ലഭിക്കുന്നുണ്ട്. വാടകയുടെ കരാർ അവസാനിക്കുമ്പോൾ പുതുക്കുകയും ചെയ്യുന്നുണ്ട്. അത് മാത്രമാണ് കെട്ടിടത്തിന് ഉടമ നോക്കുന്നത്. ഏതായാലും സ്ഥിരമായി അവിടെ ആളുകൾ വരാറില്ല എന്ന് കെട്ടിട ഉടമയും ഉറപ്പിച്ച് പറയുന്നു. അങ്ങനെയെങ്കിൽ ഇത് സ്ഥിരമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയല്ല. അതാണ് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒളവണ്ണ പഞ്ചായത്തിൽ ഈ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടില്ല. 2, ഈ സ്ഥാപനം ഇടയ്ക്കിടെ തുറന്ന് പ്രവർത്തിക്കുന്ന സ്ഥാപനമല്ല എന്നുള്ളതാണ് അവിടെയുള്ളവർ പോലും പറയുന്നത്. കെട്ടിട ഉടമ തന്നെ പറയുന്നത് അടുത്ത കാലത്ത് അത് ഒരിക്കൽ കൂടി റിന്യൂ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന് പറയുന്ന സ്ഥാപനം ഷെൽ കമ്പനിയാണോ എന്ന ചോദ്യം വളരെ പ്രസക്തമാവുകയാണ്. നമ്മൾ തീരുമാനത്തിലേക്ക് എത്തുന്നില്ല. അതിന് വിശദീകരണം നൽകേണ്ടത് അതിൻ്റെ ഇൻവെസ്റ്റേഴ്സാണ്, അതിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളാണ്.